ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എഴുതി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ നല്ല പഴുത്ത മധുരമുള്ള ചക്ക അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഇതിന് 2 മിനിറ്റോളം നെയ്യിൽ ചക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമായിട്ട് വരുന്നത്. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2.5 കപ്പോളം 2-ാം പാലുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിൽ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. 1.5 കപ്പോളം 1-ാം പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരിപ്പൊടി മിക്സാണ്. 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് അരിപ്പൊടിയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിച്ചാൽ ഉടൻ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാൻ അനുവദിക്കുകയേ ചെയ്യരുത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോഴേക്കും മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ഏലക്ക ചതച്ചതും കൂടി ചേർക്കാം. വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.